നമസ്കാരം, ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രൂട്ട് ബിയർ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടായി. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു യുണീക്നെസ് വേണ്ടേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് തെപ്പാച്ചെ എന്ന് പറയുന്ന പൈനാപ്പിൾ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി മെക്സിക്കക്കാരൻ ഡ്രിങ്കാണ് കേട്ടോ. മെക്സിക്കോയിലൊക്കെ അതുപോലെ പോപ്പുലറാണ്. മെക്സിക്കോയിൽ മാത്രമല്ല, വേൾഡിൽ അതുപോലെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ആർക്കും ഒരു ഭയം കൂടാതെ വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആൽക്കഹോളിക്കാണ്. നമ്മൾ ഒരുപാട് പേര് ആൽക്കഹോളിക്ക് പ്രതീക്ഷിച്ച് വരുന്നുണ്ടാവും. അപ്പം ആൽക്കഹോളിക് ഡ്രിങ്ക് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു ഡ്രിങ്ക് ആർക്കും തയ്യാറാക്കാം. അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ പോയി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ പൈനാപ്പിൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ കിരീടം അങ്ങോട്ട് നമുക്ക് ചെത്തി മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ അടിവശവും ഇതുപോലെ ചെത്തി മാറ്റാം. ഇതിൻ്റെ തൊലിയൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ തൊലിയും കൂട്ടി നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഓർഗാനിക് ആയിരിക്കുമെന്ന്. അല്ലെങ്കിൽ വിഷമടിച്ച സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ ആൾ പീസായി പോട്ടോ. അതുകൊണ്ട് പക്ക ഓർഗാനിക് സാധനമായിരിക്കണം. ഇല്ലെങ്കിൽ തൊലിയൊക്കെ ചെത്തി മാറ്റിക്കോട്ടോ. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടുവേ ചെത്താം. അതുപോലെ ഇതും നടുവേ ചെത്താം. ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പാർട്ട് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചെത്തി കളയാം കേട്ടോ. ഇത് മാത്രം, ഇത് ചുമ്മാ ഒരു മരക്കഷ്ണം പോലെ കിടക്കും അല്ലെങ്കിൽ ഇതിനകത്ത് ഇടുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ചെത്തി മാറ്റാം ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ സെൻറ്ററൊക്കെ ഇങ്ങനെ അത്യാവശ്യം ചെത്തി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫെർമെൻറ്റേഷന് വയ്ക്കുന്നത് ഈ മരത്തിൻ്റെ ഈ ബൗളിലാട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ ബൗളിലേക്കാണ് നമുക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഗ്ലാസിൻ്റെ ജാറൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരു വലിയ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ട് വയ്ക്കാം. അതേപോലെ തന്നെ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിളൊക്കെ നമ്മൾ നമ്മുടെ ഈ ബൗളിലേക്ക് ഇടുക. ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ആ ബ്രൗൺ ഷുഗർ അല്ല ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര പോലത്തെ തന്നെ അത്രയും റിഫൈൻ ചെയ്യാത്ത സാധനമാണ്. ആ ഒരു റിഫൈൻ ചെയ്യാത്ത സാധനമാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഹെൽത്തിയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇതല്ലാണ്ട് ബ്രൗൺ ഷുഗർ അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശർക്കരയോ അല്ലെങ്കിൽ ബെല്ലോ ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രൗൺ ഷുഗറാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കിലോ ബ്രൗൺ ഷുഗർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മുടെ സാധാ പഞ്ചസാര പോലെയല്ല, ഇത് നന്നായിട്ട് അലിഞ്ഞ് ഇതിനകത്ത് ചേരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കളറും കിട്ടും കേട്ടോ. നമുക്കിപ്പം ഇതാകുമ്പോൾ ആ ഒരു വൈറ്റ് ഷുഗർ ഇടുന്ന ആ ഒരു ഇതല്ല, കളർ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഷുഗർ ഇടേണ്ടവർക്ക് ഇതിനകത്ത് ഷുഗർ ഇടാവുന്നേ ഉള്ളൂ. ഇത് തന്നെ വേണമെന്നില്ല. ഇത് നമുക്ക് നമ്മുടെ ഈ കല്ല് വെച്ച് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ചതച്ച് കൊടുക്കുക. നല്ല ഈ പൈനാപ്പിളിൻ്റെ നീരും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഷുഗർ ഇതിനകത്ത് ഇടുമ്പോൾ ഒരുപാട് ഷുഗറിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി പൈനാപ്പിളിന് നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പഞ്ചസാരയൊന്നും ഇതിലിടേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതുപോലെ തന്നെ ഈ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശർക്കരയൊന്നും ഇടണമെന്നില്ല. നമുക്ക് പഞ്ചസാര ആണെങ്കിൽ ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഹെൽത്തി കൺസെപ്റ്റ് ഫുള്ള് അത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പഞ്ചസാര മാറ്റി നമ്മുടെ ബ്രൗൺ ഷുഗർ ഇട്ടത്. അപ്പോൾ നമ്മുടെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിന് ഏറ്റവും നല്ല സാധനമാണ് ഇഞ്ചി കേട്ടോ. അപ്പോൾ ഇതൊന്ന് പുളിപ്പിച്ചെടുക്കാനായിട്ട് ഏറ്റവും നല്ല സാധനം ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചിയും പൈനാപ്പിളും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും. ഈ ഇഞ്ചി നമുക്ക് അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഈ നമ്മുടെ ഈ കല്ല് വെച്ച് തന്നെ ഇഞ്ചി ഇപ്പോൾ ഈ ടേബിളെ വെച്ചിടിച്ച് ഇപ്പോൾ ടേബിൾ പൊളിഞ്ഞു അതിനെ. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമല്ലേ. പിന്നെ നമ്മുടെ ഈ കല്ലിനകത്ത് വെച്ച് ഇടിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി ഇതുപോലെ ചതച്ചെടുക്കുക. ഇത് ചതച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ പൈനാപ്പിളിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പച്ച കുരുമുളക്, കുറേ കുരുണ്ട് താഴെ പോയി. അപ്പോൾ ഈ പച്ച കുരുമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളക് മാത്രം ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അഡീഷണൽ ഈ ഒരു നമ്മുടെ ചുമന്ന മുളക് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് രണ്ടാക്കുക, ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പച്ചമുളകാണെങ്കിലും കാന്താരി ആണെങ്കിലും എന്താണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി.
ഒരുപാട് ആവല്, ഭയങ്കര എരിവായി പോവല്. അപ്പം ഇത് നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് കറുവപ്പട്ടയൊന്നും അല്ല, പക്ഷേ കടയിൽ നിന്ന് കറുവപ്പട്ട എന്ന് പറയുമ്പോൾ ഈ സാധനമാണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഇത് മുങ്ങി കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ ഇതിട്ട എല്ലാം കൂടെ ഒന്ന് മുങ്ങി കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 3 ദിവസത്തേക്ക് അടച്ചു വെക്കണം. നല്ല ആ ഒരു, ഇപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ നമ്മുടെ ചട്ടിയുടെ കടപ്പില്ലേ, അത് ഇതിന് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ അടച്ചു വെക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിപ്പോൾ ഈ കല്ല് തന്നെ എടുത്ത് വെക്കാം. പയ്യെ വെക്കണം, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് തുറന്നു നോക്കാവേ. ഇവിടെ വൈകിരിക്കട്ടെ, നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇത് ഞാൻ എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് മൊത്തത്തിൽ ഇളകി ഇതെല്ലാം ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട് കണ്ടോ. സാധനത്തിന് നല്ല മണമുണ്ട്. ഇതെല്ലാം കൂടെ ആ ഒരു 3 ദിവസം ഇരുന്നതിൻ്റെ നല്ല മണമുണ്ട് ഇതിന് നമുക്ക് അരിച്ചെടുക്കണത്. അപ്പോൾ ഈ ചട്ടിയിലോട്ട് നമുക്ക് ഈ അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയിൽ ഇരിക്കത്തുമില്ല, ചെറിയ അരിപ്പായതുകൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയപ്പോൾ നമുക്ക് ആ ക്ലോത്ത് ഇല്ലാതെ അരിച്ചെടുക്കാം. ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇതിനെ കുടിച്ച് തീർക്കുമല്ല, ബാക്കി വേണട്ടോ. ഇത് വീഡിയോ ചെയ്ത് തീർക്കാനുള്ളതാണ്. അടിപൊളിയുണ്ടോ സാധനം, സൂപ്പർ ആടാ, സൂപ്പർ. ഇതപ്പോൾ ഫെർമെൻറ്റേഷനായിട്ട് ഈ കുപ്പിയിലാക്കി വെക്കണം കേട്ടോ. നല്ല ആപ്പിളിൻ്റെ പടമൊക്കെ ഉള്ള. ഇത് ആപ്പിളാണ്, ചെറിയാണ്? ചെറിയല്ലേ ഇത്? ആപ്പിൾ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താണെങ്കിലും എന്താണ് പടമാണ്, നല്ല സൂപ്പർ പടമൊക്കെ ഉള്ള കുപ്പിയല്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 ദിവസം ഇതിലാക്കി ഒന്ന് എടുത്ത് നമ്മുടെ ഈ സാധാ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ഇതിൽ വെച്ചൊന്ന് അടച്ച് വെക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിൽ ഗ്യാസ് കയറി അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഡ്രിങ്കുകളൊക്കെ ഇല്ലേ, ഞാനിപ്പം ജിഞ്ചർ ബിയർ ചെയ്താണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അല്ലാണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള വേ നമ്മൾ എപ്പോഴും പിന്തുടരുന്നതാണ്. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്ത് തന്നെയാണ് ഈ ഡ്രിങ്കും ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഇതിലേക്ക് ഫെർമെൻറ്റേഷനായിട്ട് വേറെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള ആ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ജിഞ്ചർ ബിയറിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഷുഗർ അല്ല ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട. അതിനകത്ത് എല്ലാവരും ചോദിച്ചായിരുന്നു ഷുഗർ ആഡ് ചെയ്യാതെ എങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇതിന് നമ്മൾ ഷുഗർ അല്ലല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആ പ്രശ്നമില്ല. പിന്നെ ഏകദേശം ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് വയ്ക്കാൻ. ഇത്രയും നിറച്ചാൽ മതി. ബാക്കി ആ ഒരു ഗ്യാസ് കയറിയാൽ നിൽക്കാനുള്ള ആ ഒരു സെറ്റപ്പിൽ ഇരിക്കട്ടെ. നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, സെറ്റല്ലേ? പുളി അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ. പൊട്ടിച്ചാൽ മാത്രം പോരല്ലോ, കുടിച്ച് നോക്കട്ടെ. അപ്പോൾ ഇത് തുറക്കാം. ഗ്യാസ് ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ, എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഓൾറെഡി ടേസ്റ്റ് നോക്കിയതാണ്, എന്നാലും ഈ ലാസ്റ്റ് ഫെർമെൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ ഇതൊന്ന് കുടിച്ച് നോക്കിയാലോ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും cheers. സൂപ്പർ ഡ്രിങ്ക് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. ഗ്ലാസ്സിൽ വെച്ച സാധനം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡൗട്ടുണ്ടാവും, ഞാനിപ്പോൾ ചുമ്മാ കാണിക്കണം. ഇതാ ഗ്ലാസ്സിൽ വെച്ച സാധനം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാണ്ട് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് അടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ.
അപ്പോൾ നമുക്ക് ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വൈവിധ്യമാർന്ന വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും പീസ്.